ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നാളായി ഞാൻ എൻ്റെ ഓർക്കിഡ് ചെടികളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ തണ്ടുകളൊക്കെ വരുമല്ലോ, ഉണങ്ങിയ തണ്ടുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പോട്ടിങ്ങും എന്തെങ്കിലുമൊക്കെ മാറ്റണമെങ്കിലും മാറ്റമൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നോക്കിയപ്പം കുറച്ചേറെ പണിയുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതൊരു വീഡിയോ അയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ ഓരോന്ന് എടുത്തപ്പോഴത്തേക്ക് നല്ല പണിയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ പ്ലാന്റ് ഒരുപാട് നാളായ പ്ലാന്റാണ്. ഇത് ഞാൻ റീപോർട്ട് ചെയ്തിട്ടും ഒരുപാട് നാളായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിങ്ങൊക്കെ നല്ല പോട്ടിങ് ആയിരുന്നു. ഞാൻ ഒരുപാട് തൊണ്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എടുക്കാൻ നേരത്തെ എനിക്ക് ഒരുപാട് പണിയാന്ന് വെച്ചാൽ ഇതുപോലെ കണ്ടോ, വേറെ ഇറങ്ങിയിരുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് ഒന്നും എടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു കണ്ടോ. ഇതൊരു വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇതൊന്ന് റീപോർട്ട് ചെയ്യണമെന്ന് വെക്കുകയാണെങ്കിൽ ഇതെല്ലാം വലിച്ച് ഊരി ഒരു പരുവാക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ചെടിച്ചട്ടി പൊട്ടിക്കുകയാണ് ഏറ്റവും നല്ലത്. പ്ലാന്റ് കേടാവാതെ വരണമെങ്കിൽ ഈ പോട്ട് പൊട്ടിച്ചെടുക്കുകയാണ് നല്ല. അപ്പം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി മാറ്റി വെക്കണമെങ്കിൽ നമ്മളിത് ഇതുപോലത്തെ പോട്ടാണ്, ഇതിൻ്റെ തൊട്ട് വലിയ പോട്ട് വേണ്ട, ഇതുപോലത്തെ പോട്ടാണ് വേണ്ടത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല, ആകെ ഒരു പോട്ടേ ഉള്ളൂ. അത് കാരണം ഞാനിതിപ്പോൾ റീപോർട്ട് ചെയ്യുന്നില്ല. ഇത് എവിടെയൊന്നും സപ്പോർട്ടില്ലാതെ വെക്കാനും പറ്റില്ല, നമുക്ക് ഹാങ് ചെയ്തിടാനും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാഞ്ഞ് നമ്മുടെ ഈ കാറ്റത്തൊക്കെ വന്ന് ചാഞ്ഞ് വീഴും, പൊട്ടി വീഴുകയും ചെയ്യും. ഇത് പിന്നെ അടുത്തൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിനകത്തൊരു 5-6 സ്പൈക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫുള്ളും നിറച്ചും പൂക്കളാണ്. അതും അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ചെടിച്ചട്ടി ഓൾറെഡി പൊട്ടിയൊക്കെ ഇരിക്കുക കേട്ടോ. കണ്ടോ, ചെടിച്ചട്ടി ക്രാക്കായിട്ടിരിക്കുക. അപ്പോൾ അതുമല്ല, എനിക്കിനി പുതിയ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. നല്ല രസമുള്ള പൂക്കണ്ട. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ ഓർക്കിഡ്സൊക്കെ ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തെല്ലാം ഇതുപോലെ നമ്മൾ ഉണങ്ങിയിട്ട് ചീത്തയായി പോയ സ്റ്റമ്പുകളുണ്ടായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന സ്റ്റമ്പ് ഞാൻ ഇതുപോലെ നിൽക്കുമ്പോൾ കട്ട് ചെയ്യാറില്ല. ഇതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പം ഇതിൽ നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ തൈകൾ വരും. ഇത് കാണിച്ചു തരാം കേട്ടോ. കുറേയൊക്കെ അങ്ങനെ നിൽപ്പുണ്ട് തൈകൾ, കാണിച്ചു തരാം. കണ്ടോ, പിന്നെ നമ്മുടെ സോണിയ എനിക്ക് എത്ര കണ്ടാലും കൊതി തീരാത്തൊരു ഫ്ലവറാണ് ഓർക്കിഡ്സിനകത്ത്, നമ്മുടെ ഈ സോണിയ വെറൈറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയം വിചാരിക്കും ഓർക്കിഡിനകത്ത് മറ്റൊന്നും വേണ്ട, നമുക്ക് സോണിയ മാത്രം വെക്കാമെന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഫ്ലവറും പ്ലാന്റും കേട്ടോ. അത് എൻ്റെ കയ്യിലൊരു 4-5 പോട്ടിനകത്ത് ഞാൻ ഈ ഫ്ലവറിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവേഴ്സാണ് അവർ. അപ്പോൾ ഇതിനകത്തെല്ലാം ഇതുപോലെ ഇങ്ങനെ തണ്ടുകൾ നിൽപ്പുണ്ട്. അതൊന്നും ഞാൻ കട്ട് ചെയ്തില്ല. അതിനകത്ത് നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തൈകളോ മുട്ടുകളോ ഒക്കെ ഇങ്ങനെ വരാം. ഇതെല്ലാം ക്രാക്കായി കേട്ടോ ചട്ടികളൊക്കെ. കുറേ വർഷമായ പ്ലാന്റുകളാണ്, പോട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് വെയിലത്തിരിക്കുമ്പോഴത്തേക്ക് കുറേയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ കണ്ടോ, അതുപോലെ ഇവിടെ എല്ലാം ഇത് ഞാൻ ഇടയ്ക്ക് ഒന്ന് റീപോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ ചകിരിയൊക്കെ ഇട്ട് റീപോർട്ട് ചെയ്ത് വെച്ച പ്ലാന്റാണ്. ഇപ്പോൾ 2-3 ദിവസമായതേ ഉള്ളൂ ഒന്ന് റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ടിത് താഴെ വീണ എല്ലാം ഇളകിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ കുറേ പ്ലാന്റുകളുണ്ട്. ഇതേണ്ടോ, ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ പോട്ടിങ് കുറവാണ് എന്ന് തോന്നിയപ്പോഴെന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോഴും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോഴും ഒക്കെ വന്ന് വീഴാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തു. ഇതേ കണ്ടോ ഉണങ്ങിയത്. അപ്പോൾ അതൊക്കെ അങ്ങ് നമ്മൾ കട്ട് ചെയ്തങ്ങ് മാറ്റുക കേട്ടോ. വേണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഉണങ്ങിയും പഴുത്തേക്ക് ഇലകളുണ്ടെങ്കിൽ അതുമൊക്കെ അങ്ങ് മാറ്റുക. എന്നിട്ട് ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതിൻ്റെ പോട്ടിങ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ സമയമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് മഴയത്തിരിക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ ചെയ്യാറുണ്ട്. പിന്നെ ഒച്ചികളുടെ ശല്യം വരാറുണ്ട് ഒരുപാട് തൊണ്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേ. അപ്പോൾ തൊണ്ടൊക്കെ കുറേയൊക്കെ ഞാൻ മാറ്റിയിട്ട് കരിക്കഷ്ണവും മൂടിൻ്റെ പീസും കൂടുതലായിട്ടിട്ട് പോട്ട് ചെയ്ത് വെക്കാം. ഞാനിതിപ്പം എൻ്റെത് മഴയത്തല്ലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് മഴയത്തല്ലിരിക്കുന്നത്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്താലേ നനയാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ തൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഉണ്ടോ, ഇതിനകത്തൊക്കെ കുറേ പായൽ വന്നിട്ടുണ്ട്. ഈ പായലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ ചെടിച്ചട്ടിയിൽ നിന്ന്. ചിലതൊക്കെ ആദ്യമൊക്കെ ഞാൻ നിലത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ഈ പടർന്ന് പിടിക്കുന്ന കുഞ്ഞു പോച്ചകളുണ്ടല്ലോ, അതെ ഇതുപോലെയുള്ള കണ്ടോ,
ഇതുപോലെയുള്ള പൂച്ചകൾ അതൊരുപാട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെടീനകത്ത്. അങ്ങ് കയറി നിറയെ അങ്ങ് പിടിച്ച് നമ്മൾ ഈ വളങ്ങൾ നൽകുമല്ലോ, ചാണകമൊക്കെ വളം നൽകാറുണ്ട്. അപ്പം നല്ല പോലെ കയറിയിട്ട് അങ്ങ് വളർന്നു വന്നു. ഇത് മൊത്തം പോയി. ഒക്കെ ഒരുപാട് നാളായ പ്ലാന്റുകളാണ്. ഇതിന് ഇഷ്ടംപോലെ തൈകൾ കിട്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണങ്ങി അത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അഴുകലൊന്നുമല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിങ്ങനെ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ പോവാറുണ്ട്. അഴുകലൊന്നുമല്ല കേട്ടോ, അല്ല സാധാ ഉണങ്ങി പോകുന്നതാണ്. ഇതിനകത്ത് തന്നെ ഒരു തണ്ട് കിടന്ന് തൈ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കിടക്കട്ടെ. അത് പിന്നെ ഇതുപോലത്തെ ഉള്ള ഇലകൾ കൊഴിഞ്ഞ് അതിൽ കിടക്കുന്നതെല്ലാം അങ്ങ് മാറ്റി എപ്പോഴും നല്ല ക്ലീനാക്കി നമ്മൾ ഓർക്കിഡ്സ് വെക്കുന്നിടം എല്ലാം നല്ല ക്ലീനായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒച്ചിൻ്റെയോ പുഴുക്കളുടെ ഒന്നും ശല്യങ്ങൾ അധികം ഉണ്ടാവില്ല. സ്റ്റാൻഡിൽ വെക്കുന്നതുകൊണ്ട് ഒച്ചിൻ്റെ വലുതായിട്ട് ശല്യം ഉണ്ടാവാറില്ല കേട്ടോ. വേണ്ട, ഇതുപോലെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കരിക്കഷ്ണങ്ങളൊക്കെ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് പ്ലാന്റുകളുണ്ട്. ഇത് തൈ ഇളക്കി വെച്ചതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യേക ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കെയർ ചെയ്യുന്നു എന്ന് അവർക്കൊരു തോന്നൽ. നമ്മൾ ഏതൊരു ഇപ്പം നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരും ഇതുപോലല്ലേ, നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടും. വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ആരാണെങ്കിലും നമ്മൾ അവരെ കെയർ ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ടൊരു സ്നേഹം നമ്മളോട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചെടികളും ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് പരിഗണിക്കുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സൊക്കെ കിട്ടും. അതെല്ലാം നീ കണ്ടോ, ഞാൻ പറഞ്ഞ പോച്ചയാണിത് കേട്ടോ. ഇത് ഒരു പ്ലാന്റിൽ വന്നതാണ്, പിന്നെ ഇങ്ങോട്ട് കിടന്ന് ധാരാളമായിട്ട് അങ്ങ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ അതിനകത്തൊന്നും ഒരുപാട് തൊണ്ട് ഇട്ടിട്ടില്ല, ചില പ്ലാന്റിൽ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ ഓടിൻ്റെ പീസും കരിക്കഷ്ണം മാത്രം ഇട്ട് പോട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇടയ്ക്ക് ഡ്രൈ ആവുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ തൊണ്ട് അത് കുറേ അങ്ങ് ചകിരി ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ചകിരി വലുതായിട്ട് ആ ചോറുമായിട്ട് വെക്കാറില്ല. പിന്നെ തൊണ്ടൊക്കെ ഇടുമ്പോഴും നമ്മൾ അതിൻ്റെ കറ കളഞ്ഞിട്ട് വേണം എപ്പോഴും ഓർക്കിഡ്സിനകത്ത് തൊണ്ടിടാനായിട്ട്. ഇതേണ്ടോ തൈകൾ തൈ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോഴേ അങ്ങ് റിമൂവ് ചെയ്യില്ല, തീരെ പൊടി തൈ. അപ്പം ഞാൻ പലപ്പോഴും ആദ്യമൊക്കെ ഈ ഇതുപോലെ തൈ വരുമ്പോഴും അങ്ങ് റിമൂവ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇളക്കിയോ ഒക്കെ പോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ അത് വളർന്നു കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും വളരുന്നത്. പക്ഷെ ഞാനിപ്പം മുതൽ ചെയ്യണം, ഇതിൽ നിന്ന് കുറച്ച് ഗ്രോത്ത് ആവും. ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചൊന്ന് ഗ്രോത്ത് ആയതിന് ശേഷം റിമൂവ് ചെയ്ത് കട്ട് ചെയ്തങ്ങ് വെക്കുക ചെയ്യാറുള്ളൂ. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വന്നിട്ട് ഫ്ലവറിങ് ആയിക്കോളും. ഇതിനകത്തൊക്കെ ഞാൻ കുറേ കണ്ടോ ഇതുപോലെയാണ്. നമ്മൾ ചോറ് കുറേ അങ്ങ് മാറ്റിയിട്ട് ഈ ചകിരിയും കുറേ മാറ്റിയിട്ട് കണ്ടോ ഇതിൻ്റെ കട്ടി കണ്ടോ, ഈ രീതിയിൽ തൊണ്ടിട്ട് കൊടുക്കും. അപ്പം ഒരുപാട് ഈ ചീയൽ വരാറില്ല. ഇത് കുറേ കൂടെ ഒരു വൈഡായിട്ടുള്ള ചട്ടിയാണ് കേട്ടോ. നമ്മൾ സാധാ ഇതുണ്ടോ ഈ രണ്ട് ചട്ടിയും കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് കുറേ കൂടെ ഒരു വൈഡായിട്ടുള്ള ചട്ടിയാണ്. നല്ല രസമാണത്. അതിനകത്ത് പ്ലാന്റ് വെക്കാനും എനിക്ക് കൂടുതലായിട്ട് കംഫർട്ടബിളാണ്. എൻ്റെ കുറച്ച് ചട്ടിയുള്ളൂ, എപ്പോഴും കിട്ടാറില്ല. അത് ഇടയ്ക്കാണ്ട് കിട്ടിയ സാധനമാണ്. പിന്നെ ഞാൻ തപ്പിയിട്ട് കിട്ടിയിട്ടില്ല ആ ചട്ടി, ആ പോട്ട്. നമ്മൾ ഈ വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബോട്ട് തന്നെയാണ് എനിക്ക് കൂടുതലും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പലരും ചോദിക്കാറുണ്ട് കളർ പോട്ടുകളാണോ ബ്ലാക്ക് പോട്ടുകളാണോ ഏറ്റവും നല്ലതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വെയിലത്തൊക്കെ വെക്കാനാണെങ്കിൽ ഇപ്പം നമ്മൾ വിലയൊക്കെ നോക്കുകയാണെങ്കിൽ മൺചട്ടികൾക്ക് നല്ല വിലയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടികൾക്ക് വില കുറവാണ്. പക്ഷേ വെയിലത്ത് വെക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക്കിൽ ബ്ലാക്ക് കളറ് പോട്ട് മേടിക്കുന്ന കേട്ടോ കൂടുതലും നല്ലത്. വെള്ളയാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് പൊട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ബ്ലാക്ക് കുറച്ചുകൂടെ ഒന്ന് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറേയേറെ പണികളാണ്. ഇത് കണ്ടോ, ഈ പ്ലാന്റ് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഏറ്റവും ആദ്യം ഞാൻ ഒരു ഓർക്കിഡ് പ്ലാന്റ് മേടിച്ചത് ഇതായിരുന്നു. അപ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് നിന്ന് ഇതിൽ നിന്നൊക്കെ ഞാൻ അടർത്തി മാറ്റിയിട്ട് വേറെ പോട്ടുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 4-5 സ്റ്റമ്പ് ഇതുപോലെ ഇതാണ്ടോ, ഇതുപോലെ ഇനി കട്ട് ചെയ്ത് കണ്ടോ മാറ്റി. അത്ര വലിയ പ്ലാന്റ് ആയിരുന്നു. ഈ ഒരു അവസ്ഥയിലായി കേട്ടോ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രായമായ പ്ലാന്റാണ്. ഓർക്കിഡ്സ് ഒന്നും അങ്ങനെ പ്രായമായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല കേട്ടോ. അതെപ്പോഴും ഇങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ പുതിയ പുതിയ ഇതുപോലെയുള്ള ഷൂട്ട്സ് വന്നുകൊണ്ട് ഇരിക്കും. ആദ്യമുള്ള ഷൂട്ട്സൊക്കെ പോവും, പിന്നെ ഇതുപോലെ തന്നെ എപ്പോഴും ഓരോ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഇതിപ്പം ഒരു 7-8 വർഷം പ്രായമായിട്ടുണ്ട് ഈ പ്ലാന്റ്. ആദ്യത്തെ ഷൂട്ട്സ് എല്ലാം പോയി, ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും ഗ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. ഒരുപാട് പേർക്ക് സംശയമാണ് ഓർക്കിഡ്സ് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണോ മറ്റു ചെടികളെ പോലെയെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഓർക്കിഡ്സിന് കെയറിങ്ങും കുറവാണ്, അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റുമാണ്. പക്ഷേ അത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ലൈഫ് നമ്മുടെ ഇവിടെ നിന്നുള്ള പ്ലാന്റ്സിന് കിട്ടാറില്ല. അപ്പോൾ ഇതിപ്പം ഒരുപാട് ചെടിച്ചട്ടികളുണ്ട്. ഞാൻ ഈ കൂടുതലും ഇങ്ങനെയുള്ള ചെടിച്ചട്ടികളിലാണ് വെക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ക്ലീനിങ് മൊത്തം കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊരു പുതിയ ഷൂട്ടാണ് സൈഡിലേക്ക്. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ഫ്ലവർ വരുന്നത് പുതുതായിട്ട് കേട്ടോ. ചെടിച്ചട്ടിയൊക്കെ സൂക്ഷിച്ചെടുക്കാൻ പറ്റുമോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായ ചട്ടികളായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പൊട്ടി കയ്യിലിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗമൊന്നും നമ്മൾ അത് ഇട്ടേക്കല്ല കേട്ടോ. വെള്ളം നിന്നിട്ട് വീണ്ടും ഓരോ ഫംഗലൊക്കെ വരും. മാക്സിമം ക്ലീൻ ചെയ്ത് തന്നെ നിർത്തുക. ഇപ്പം ഞാനിതിപ്പോൾ സ്റ്റാൻഡിലിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വല്ലപ്പോഴും കൂടി ക്ലീൻ ചെയ്തത്. അപ്പം നിലത്തൊക്കെ ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഇരിക്കുന്ന ഭാഗമെല്ലാം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് തൂത്ത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ചെതല് കയറും. പിന്നെ ഉറുമ്പിൻ്റെ ശല്യം കാണും, കറുത്ത ഉറുമ്പിൻ്റെ ശല്യം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇൻ്റർലോക്കിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ആഴ്ചയിലൊരിക്കൽ കുറഞ്ഞത് ആഴ്ചയിലൊരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ചെയ്യുന്നത്. അപ്പം ഒച്ചിൻ്റെ ശല്യമൊന്നും ഉണ്ടാവാറില്ല, എനിക്കിതുവരെ വന്നിട്ടില്ല. പലരും പറയും നിലത്തൊക്കെ ഇരിക്കുന്ന പ്ലാന്റുകളിൽ ഒച്ചിൻ്റെ ശല്യം കൂടുതലാണെന്ന്. അപ്പം ഞാനിത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഉണ്ടോ, ഇതൊക്കെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് ഓക്കെ. അത്ര നല്ല പോട്ടിങ് അല്ല കേട്ടോ, ഇതൊന്ന് മാറ്റണം. തൊണ്ട് കൂടുതലായിട്ടിരുന്നിട്ട് ഇത് കണ്ടോ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പ്ലാന്റ് പോയിട്ടില്ല ഭാഗ്യത്തിന്, റീപോർട്ട് ചെയ്യണം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബഡ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് സെയിലിനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് പ്ലാന്റുകൾ ഇരിപ്പുണ്ട് കേട്ടോ. വളരെ കുറച്ച് വെറൈറ്റീസിൻ്റെ മാത്രം ബഡ്സ് ആയിട്ടുള്ളത് ഇരിപ്പുണ്ട്. മറ്റൊന്നും അങ്ങനെ മുട്ടുകളായിട്ട് ഇരിക്കാറില്ല. വരുന്നവർക്കെല്ലാം വീട്ടിൽ നമുക്ക് വന്ന് മേടിക്കുന്നവർക്കൊക്കെ മുട്ടായിട്ട് വേണ്ടത്. അപ്പോൾ അത് അങ്ങനെ പോകുന്ന കാരണം ഞാൻ പിന്നെ അയക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അങ്ങനെ ബഡ്സ് ആയിട്ടുള്ളത് അയക്കാറില്ല പൊതുവെ. ഇപ്പോൾ കുറച്ച് പ്ലാന്റുകൾ ബഡ്സ് ഉള്ളത് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഈ പ്ലാന്റും ഒക്കെ പരുവത്തെ ഒരു സൈഡിലോട്ടായിപ്പോയി വളർന്നിട്ട് നടുക്ക് നിന്ന പ്ലാന്റാണ്. അപ്പം നമ്മൾ മദർ വെക്കുന്നത് ഭാഗം പിന്നെ പതിയെ ഇതുപോലെ ആയിക്കഴിഞ്ഞ് ചീത്തയായി പോവും. പിന്നെ സൈഡിലോട്ട് ഗ്രോത്ത് വന്ന് ഇതിപ്പം ചെടിച്ചട്ടിക്ക് പുറത്താണ് നിൽക്കുന്നത്. ആ പോട്ടിംഗ് മിക്സിലല്ല സത്യം പറഞ്ഞത് നിൽക്കുന്നത്. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഒന്നും വലിയ കാര്യമൊന്നും അല്ല നമ്മുടെ ഓർക്കിഡ്സിന്. നമ്മൾ അതല്ലേ മരത്തിലൊക്കെ വെച്ച് കെട്ടിയാലും നല്ലപോലെ പിടിക്കാറുണ്ട്. ഇപ്പോൾ കണ്ടോ പോട്ടിങ്ങിലൊന്നും അല്ല നിൽക്കുന്നത്, ഈ ചെടിച്ചട്ടിയിൽ വേര് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതിനകത്ത് ബഡൊക്കെ ഉണ്ട്, മുട്ടുകളുണ്ട്. ഇവിടെ ഞാൻ 2-3 ഇങ്ങനെ കോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മുടെ ഡാൻസിങ് ലേഡി ഓർക്കിഡാണ്. അത് ഇങ്ങനെ തൈ സെപ്പറേറ്റ് പോട്ടിൽ നിന്ന് മാറ്റിയപ്പോൾ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തൊക്കെ വെച്ചായിരുന്നു. അതുകൊണ്ട് അവർ ഒട്ടിപ്പിടിച്ചു. കുറേ നാളായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പം രണ്ടും തമ്മിൽ ഒട്ടിയൊക്കെ പിടിച്ചു. ഒന്നും കുഴപ്പമില്ല കേട്ടോ.
ഞാൻ ചിലതിനകത്ത് മാത്രമേ ഈ തൊണ്ടിട്ടിട്ടുള്ളൂ. ഇപ്പോൾ തൊണ്ടിട്ടത് മാത്രമാണ് ഞാൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മഴയും കൂടിയല്ലേ, അപ്പം വെള്ളം നിന്നിട്ട് അഴുകലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പണികളൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഇനി എനിക്ക് കിടക്കുന്നു, ഒരുപാട് പ്ലാന്റ് ഇതുപോലെ നേരെയാക്കാനായിട്ട് ഒരുപാട് കിടക്കുന്നു. അപ്പോൾ എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബോറാവും കേട്ടോ. പിന്നെ മഴയത്തൊക്കെ ഇരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. മഴയത്തിരിക്കുന്ന പ്രത്യേകിച്ച് ദോഷമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഡെൻഡ്രോബിയത്തിന് മഴ എന്ന് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പോട്ടിംഗ് മിക്സ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ മഴയത്തിരിക്കുന്ന പ്ലാന്റിനകത്ത് കൂടുതലായിട്ട് തൊണ്ടിൻ്റെ പീസോ ചകിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് മാറ്റിയിട്ട് 1-2 പീസുകളൊക്കെ കിടക്കുന്നതിന് കുഴപ്പമില്ല. അമിതമായിട്ട് കിടക്കുന്നതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ ഒച്ചിൻ്റെയൊക്കെ ശല്യവും അഴുകലും ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഈ മഴ തോരുന്ന സമയത്താണെങ്കിൽ ഉറപ്പായിട്ട് ഈ മഴ സമയങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. സ്പ്രേ ചെയ്യാം, അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവട്ടിൽ നിന്നുള്ള അഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊന്ന് ഒരു പരിഹാരം എന്ന രീതിയിൽ നമുക്ക് ഈ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ അഴുകിയ ഇലകളോ തണ്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ മഴയത്ത് നമ്മുടെ ബഡ്സായിട്ട് ഏതെങ്കിലും പ്ലാന്റുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഷെയ്ഡിൽ വെക്കുക. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഫ്ലവേഴ്സിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ പോവും. അപ്പോൾ ഇത് കണ്ടോ ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മഴയത്ത് ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ഷെയ്ഡിലേക്ക് വെക്കുക. ബാക്കി ഇതുപോലെയൊക്കെ തന്നെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ.